ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സ്റ്റുഡന്റ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് +1 ഫിസിക്സിലെ 6ാമത്തെ ചാപ്റ്റർ വർക്ക് എനർജി പവർ എന്ന് പറയുന്ന ചാപ്റ്ററിലുള്ള പ്രോബ്ലംസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിലുള്ള വീഡിയോ കണ്ടന്റുകൾ ഇഷ്ടമാവുകയാണെങ്കിൽ ഫ്രണ്ട്സിന് ഉറപ്പായും ഷെയർ ചെയ്ത് കൊടുക്കണം. അതുകൂടാതെ തന്നെ നമ്മുടെ റാപ്പിഡ് കോഴ്സ് തുടങ്ങിയിട്ടുണ്ട്. അതായത് ഈ ഒരു മാസ കാലയളവിൽ നിങ്ങളുടെ കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്യുന്ന പോലുള്ള ലൈവ് ട്യൂഷൻസ്. സോ അതിന് ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ മതി. ഒട്ടും ഡിലേ ആക്കുന്നില്ല. ഈ വീഡിയോയ്ക്കകത്ത് 5 ഇമ്പോർട്ടന്റ്, വളരെ സിമ്പിൾ ആയിരിക്കും പ്രോബ്ലംസ്, പക്ഷെ അത്രത്തോളം തന്നെ ഇമ്പോർട്ടന്റ് ആയ 5 പ്രോബ്ലംസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ വർക്ക്ഔട്ട് ചെയ്യാൻ പോകുന്നത് ഈ ചാപ്റ്ററിൽ നിന്ന്. ഓക്കെ, അപ്പൊ നമുക്ക് ആ പറയുന്ന പ്രോബ്ലംസിലോട്ട് കടക്കുന്നതിന് മുമ്പ് ഈ ചാപ്റ്ററിൽ ഒരു ഗ്രാഫ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് സ്പെസിഫൈ ചെയ്ത് നമ്മുടെ പരീക്ഷാ പേപ്പറിൽ കണ്ടുവരുന്ന ഒരു ഗ്രാഫ് ഉണ്ട്. അതായത് ഹൈറ്റും എനർജിയും റിലേറ്റ് ചെയ്യുന്ന ഒരു ഗ്രാഫ്. അത് നമുക്കൊന്ന് വരച്ച് നോക്കാം. അപ്പൊ അതെങ്ങനെയാന്ന് വെച്ചാൽ നമ്മുടെ കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി നമ്മളൊരു ഡെറിവേഷൻ പഠിച്ചായിരുന്നു അല്ലെ? കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജിന്റെ ഒരു ഡെറിവേഷൻ പഠിച്ചായിരുന്നു. ഓർമ്മയുണ്ടോ? ഒരു ബോൾ ഞാൻ ഇങ്ങനെ താഴെ ഇട്ടിട്ട് 3 പോയിന്റ് നോക്കിയത് വരയ്ക്കാം. ഓർമ്മയില്ലേ? നമുക്ക് വീണ്ടും ഓർമ്മപ്പെടുത്താം. ക്ലിയർ? ഇതാണ് ആ ഡെറിവേഷൻ. ഈ കൈൻഡ് ഓഫ് ആയിരുന്നു. ആദ്യം ബോൾ മോളിൽ നിന്ന് ഞാൻ ഇങ്ങനെ താഴോട്ട് ഇടുന്ന പോലെ ഒരു എക്സ്പെരിമെന്റ് ആയിരുന്നു അല്ലെ? ഇത് പോയിന്റ് എ, ഇത് പോയിന്റ് ബി, ഇത് പോയിന്റ് സി. ഈ 3 പോയിന്റിലും കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും കണ്ടുപിടിച്ചിട്ട് ടോട്ടൽ എനർജി mgh ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. ഓർമ്മയില്ലാത്തവര് ആ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. കണ്ടു നോക്കിയതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണും. ക്ലിയർ അല്ലേ? അപ്പൊ എ ബി സി 3 പോയിന്റ് ഉണ്ടായിരുന്നു അല്ലെ? അപ്പൊ ഈ പോയിന്റിന് പ്രത്യേകത ഉണ്ടായിരുന്നു. എയിൽ എന്തായിരുന്നു പ്രത്യേകത? പൊട്ടൻഷ്യൽ എനർജി എയിൽ മാക്സിമം ആയിരുന്നു. ക്ലിയർ? എ എന്ന് പറയുന്ന പോയിന്റിൽ പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആയിരുന്നു. സി എന്ന് പറയുന്ന പോയിന്റിലെ പൊട്ടൻഷ്യൽ എനർജി എന്തായിരുന്നു? മിനിമം, അല്ലെങ്കിൽ ഏറ്റവും കുറവ് 0 ആയിരുന്നു പൊട്ടൻഷ്യൽ എനർജിന്റെ വാല്യൂ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ എ എന്ന് പറയുന്ന പോയിന്റിൽ കൈനറ്റിക് എനർജി എന്തായിരുന്നു? മിനിമം ആയിരുന്നു, അല്ലെങ്കിൽ 0 ആയിരുന്നു എന്ന് പറയാം. ക്ലിയർ? സി എന്ന് പറയുന്നത് ഏറ്റവും താഴെ ഗ്രൗണ്ട് ലെവലിൽ കൈനറ്റിക് എനർജിന്റെ വാല്യൂ എന്തായിരുന്നു? കൈനറ്റിക് എനർജിന്റെ വാല്യൂ മാക്സിമം ആയിരുന്നു. കൈനറ്റിക് എനർജി മാക്സിമം ആയിരുന്നു. ക്ലിയർ അല്ലേ? ഈ കാര്യം വൃത്തിയായിട്ട് തന്നെ മനസ്സിലാക്കുക. ഈ 3 പോയിന്റ്, അതായത് ഈ ഏറ്റവും ഹയസ്റ്റ് പോയിന്റിലും ഏറ്റവും ലോവസ്റ്റ് പോയിന്റിലും ഈ എനർജീസിന്റെ വാല്യൂ നിങ്ങൾക്ക് ഒരു ക്ലിയർ കട്ട് ഐഡിയ വേണം. എന്നാലാണ് നമ്മൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് വലുതും മനസ്സിലാവത്തുള്ളൂ. ഇതാണ് നമ്മുടെ ഗ്രാഫ് എന്ന് വെക്കുക. ഗ്രാഫിൽ എക്സ് ആക്സിസും വേണം, വൈ ആക്സിസും വേണം. എക്സ് ആക്സിസ് എന്താണെന്ന് പറഞ്ഞാൽ ഹൈറ്റ് ആണ്. നമ്മൾ ഈ പറയുന്ന ബോർഡ് നമ്മൾ ഡ്രോപ്പ് ചെയ്യുന്ന ഹൈറ്റ് ഉണ്ടല്ലോ, ആ ഹൈറ്റ് ആണ് നമ്മൾ എക്സ് ആക്സിസിൽ പ്ലോട്ട് ചെയ്യുന്നത്. വൈ ആക്സിസ് നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത് എനർജി ആണ് കേട്ടോ. എനർജി. ഫൈൻ. സോ ഇവിടെ നമ്മൾ 2 എനർജീസ് കൺസിഡർ ചെയ്യണം. നമുക്കറിയാം പൊട്ടൻഷ്യൽ എനർജിയും ഉണ്ട്, കൈനറ്റിക് എനർജിയും ഉണ്ട്. സോ 2 എനർജീസും നമ്മളിവിടെ കൺസിഡർ ചെയ്യണം കേട്ടോ. സോ നമുക്ക് ആദ്യം പൊട്ടൻഷ്യൽ എനർജിനെ കുറിച്ച് നോക്കാം. അപ്പൊ ഈ പറയുന്ന മാക്സിമം ഹൈറ്റ് ഞാൻ ഇവിടെ ഒന്ന് ഡിനോട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഗ്രാഫ് തെറ്റാതിരിക്കാൻ മാക്സിമം ഹൈറ്റ് ആണ് ഞാൻ ഈ ഡോട്ടർ ലൈൻ വെച്ച് വരച്ചിരിക്കുന്നത് കേട്ടോ. പൊട്ടൻഷ്യൽ എനർജി എപ്പോഴാണ് മാക്സിമം? ഹൈറ്റ് കൂടുമ്പോഴാണ് പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആയിരിക്കുക. ഹൈറ്റ് കുറയുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി 0 ആയി, അല്ലെങ്കിൽ മിനിമം ആയി. ക്ലിയർ അല്ലേ? പൊട്ടൻഷ്യൽ എനർജി എപ്പോഴാണ് മാക്സിമം? ഹൈറ്റ് കൂടുമ്പോഴാണ് പൊട്ടൻഷ്യൽ എനർജി മാക്സിമം. മാക്സിമം ഹൈറ്റിൽ. സോ ഇതാണ് മാക്സിമം ഹൈറ്റ് എന്ന് വെക്കുക. സോ അപ്പോ മാക്സിമം ആയിട്ടുള്ള എനർജി ഏതാണ്? പൊട്ടൻഷ്യൽ എനർജിയാണ്. സോ പൊട്ടൻഷ്യൽ എനർജിന്റെ കർവ് ഇങ്ങനെയായിരിക്കും ഉണ്ടാകും. ക്ലിയർ അല്ലേ? ഒന്നുകൂടി പറഞ്ഞുതരാം എന്തുകൊണ്ടാണ് പൊട്ടൻഷ്യൽ എനർജിന്റെ കർവ് ഇങ്ങനെ വന്നതെന്ന് വെച്ചാൽ, മാക്സിമം ഹൈറ്റിൽ മാക്സിമം എനർജി. ഇവിടെ ഹൈറ്റ് എന്ന് പറയുന്നത് 0 ആയിരുന്നു. സോ ആ പോയിന്റിൽ എനർജിയും 0 ആയിരുന്നു. ക്ലിയർ അല്ലേ? ഇവിടെ മിനിമം ഹൈറ്റിൽ മിനിമം എനർജി ആയിരുന്നു പൊട്ടൻഷ്യൽ എനർജിയുടെ കേസിൽ. പക്ഷെ കൈനറ്റിക് എനർജിക്ക് നേരെ തിരിച്ചാണ്. സോ കൈനറ്റിക് എനർജിയുടെ ഗ്രാഫ് എങ്ങനെയാണ് വരിക എന്ന് വെച്ചാൽ ഇങ്ങനെയാണ് വരിക. ക്ലിയർ? കൈനറ്റിക് എനർജിയുടെ ഗ്രാഫ് ഇങ്ങനെയാണ് വരിക. അപ്പൊ ഈ പറയുന്ന പോയിന്റിൽ എന്താണ്? ഹൈറ്റ് മാക്സിമം ആവുന്ന സമയത്ത് എനർജി 0 ആണ്. ഹൈറ്റ് മാക്സിമം ആവുന്ന സമയത്ത് പൊട്ടൻഷ്യൽ എനർജി 0 ആണ്, സോറി കൈനറ്റിക് എനർജി 0 ആണ്, അല്ലെങ്കിൽ മിനിമം ആണ്. അതുകൊണ്ട് നേരെ തിരിച്ചിട്ട് ഇവിടെ മാക്സിമം ഹൈറ്റ് ആണ്. സോ അതായത് ഇവിടെ h മാക്സിമം എന്ന് വെക്കാം. ക്ലിയർ? സോ മാക്സിമം ഹൈറ്റിൽ കൈനറ്റിക് എനർജി എന്താണ്? 0 ആണ്. പക്ഷെ ഹൈറ്റ് 0 ആവുമ്പോൾ കൈനറ്റിക് എനർജിന്റെ വാല്യൂ എത്രയാണ്? മാക്സിമം ആണ്. സോ ഇതാണ് കൈനറ്റിക് എനർജിന്റെ കാര്യം കേട്ടോ. അപ്പോ നമുക്ക് ഇങ്ങനെ ക്ലോസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ടോട്ടൽ എനർജി ഈക്വൽ ടു കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ ടു mgh. ഗ്രാഫിൽ നമ്മൾ ആ പറയുന്ന ഡെറിവേഷനിൽ പഠിച്ചായിരുന്നു. 3 പോയിന്റിലും ടോട്ടൽ എനർജിന്റെ വാല്യൂ എത്രയായിരുന്നു? mgh ആയിരുന്നു. ക്ലിയർ? സോ അതുകൊണ്ട് തന്നെ ടോട്ടൽ എനർജി, ഈ പറയുന്ന കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജിയിൽ നമുക്ക് എല്ലാ പോയിന്റിലും നമ്മുടെ ടോട്ടൽ എനർജി എത്രയായിരുന്നു? mgh ആയിരുന്നു. സോ ഈ ഗ്രാഫ് വൃത്തിയായിട്ട് പഠിച്ചു വെക്കുക. ഈ കാര്യങ്ങൾ വൃത്തിയായിട്ട് മാർക്ക് ചെയ്ത് തന്നെ പഠിച്ചു വെക്കുക. ഉറപ്പായും ഒരു 2 മാർക്കിനൊക്കെ
ചോദിക്കാൻ സാധ്യതയുള്ള ഗ്രാഫാണിത്. അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്. ഗ്രാഫിന്റെ കൂടെ ഇത് വരയ്ക്കണമെങ്കിൽ വരയ്ക്കാം, ഇത് വരയ്ക്കണമെങ്കിൽ നിർബന്ധമില്ല. പക്ഷേ ഈ ഗ്രാഫ് പ്രോപ്പർ ആയി തന്നെ പ്ലോട്ട് ചെയ്യുക. ഹൈറ്റ് എക്സ് ആക്സിസ്, എനർജി വൈ ആക്സിസിലാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിലൂടെ കിടക്കാം. ആദ്യം തന്നെ വളരെ ബുദ്ധിമുട്ടുള്ള ചോദ്യം അല്ല നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഏറ്റവും എളുപ്പത്തിൽ തുടങ്ങിയിട്ട് നമുക്ക് കുറച്ച് ടഫ് ആയിട്ടുള്ള പ്രോബ്ലംസിലോട്ട് കിടക്കാം. സോ ഏറ്റവും ബേസിക് വളരെ സിമ്പിൾ ആയ ചോദ്യമാണ് ഞാൻ ബോർഡിനകത്ത് എഴുതിയിരിക്കുന്നത്, റിലേറ്റഡ് ടു വർക്ക്. ക്ലിയർ? ഇപ്പൊ ചോദ്യം വായിച്ചു തരാം. കാൽക്കുലേറ്റ് ദ വർക്ക് ഡൺ ബൈ ലിഫ്റ്റിംഗ് എ മാസ് ഓഫ് 10 കിലോഗ്രാം ടു എ ഹൈറ്റ് 4 മീറ്റർ. വളരെ സിമ്പിൾ അല്ലേ? വർക്കാണ് കണ്ടുപിടിക്കേണ്ടത്. 10 കിലോഗ്രാം ഭാരമുള്ള ഒരു വസ്തുവിനെ 4 മീറ്റർ ഉയരത്തിലേക്ക് ഉയർത്താൻ എത്രത്തോളം വർക്ക് ചെയ്യണം? വളരെ സിമ്പിൾ. വേണമെങ്കിൽ അത് റിലേറ്റ് ചെയ്ത് ഡയഗ്രാം ഞാൻ വരച്ചു തരാം. അതായത് ഈ പറയുന്ന വസ്തുവിനെ ഞാൻ 4 മീറ്റർ ഉയർത്തി എന്ന് വയ്ക്കാം. അതായത് ആ വസ്തു ഇപ്പൊ ഇതാണ് ഗ്രൗണ്ട് ലെവൽ എന്ന് വയ്ക്കാം. ഈ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ഞാൻ ഈ പറയുന്ന എത്ര കിലോഗ്രാം ആണ് വസ്തുവിന്റെ ഭാരം? 10 കിലോഗ്രാം. 10 കിലോഗ്രാം ഉള്ള ഒരു വുഡൻ ബോക്സിനെ ഞാൻ നമ്മുടെ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ഉയർത്തി 4 മീറ്റർ ദൂരത്തിലായിട്ടാണ് ഉയർത്തിയിരിക്കുന്നത് കേട്ടോ. സോ ഇപ്പൊ ഈ കണ്ടീഷനിൽ നമ്മൾ എത്രത്തോളം വർക്ക് ചെയ്തു എന്നതാണ് ചോദ്യം. ക്ലിയർ അല്ലേ? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ആദ്യം നമ്മൾ എഴുതേണ്ടത് ഗിവൺ ഡാറ്റയാണ് കേട്ടോ. ഒരു ചോദ്യം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് എഴുതണം? ഗിവൺ ഡാറ്റ എടുത്ത് എഴുതണം. ചോദ്യത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് തന്നിരിക്കുന്നത് മനസ്സിലാക്കുക. എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? മാസ് തന്നിട്ടുണ്ട്. മാസ് എം എത്രയാണ്? 10 കിലോഗ്രാം. യൂണിറ്റ് ഒന്നും മാറ്റാനില്ല, കിലോഗ്രാമിൽ തന്നെയാണ് തന്നിരിക്കുന്നത്. അടുത്ത ഹൈറ്റ്, എത്ര ദൂരത്തിലോട്ടാണ് ഉയർത്തിയിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഹൈറ്റ് അല്ല നമ്മൾ അതിനെ എടുക്കുക, ഡിസ്പ്ലേസ്മെന്റ് ആണ് എടുക്കുക കേട്ടോ. ഇവിടെ നമ്മൾ എന്തായിട്ടാണ് എടുക്കുക? ഡിസ്പ്ലേസ്മെന്റ് ആയിട്ടാണ് എടുക്കുക. സോ എസ് ഈക്വൽ ടു 4 മീറ്റർ. എസ് ഈക്വൽ ടു 4 മീറ്റർ ആയിട്ടാണ് നമ്മൾ എടുക്കുക. ക്ലിയർ? നമ്മളിവിടെ വർക്കാണ് കണ്ടുപിടിക്കേണ്ടത്. സോ വർക്കിന് നമുക്കറിയാം ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ് യൂണിറ്റ്. സോ എത്ര ദൂരം അത് ഡിസ്പ്ലേസ് ആയി? 4 മീറ്റർ ആണ് ഡിസ്പ്ലേസ് ആയിരിക്കുന്നത്. നമ്മൾ ഏത് ഫോർമുലയാണ് ഉപയോഗിക്കുക? വർക്ക് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. വർക്ക് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ഫോഴ്സിന് ഡയറക്റ്റ് ആയിട്ട് ഇവിടെ ഫോഴ്സ് തന്നിട്ടില്ല. സോ ഫോഴ്സ് നമുക്ക് ന്യൂട്ടൺ സെക്കൻഡ് ലോ അനുസരിച്ച് ഫോഴ്സ് എങ്ങനെ കണ്ടുപിടിക്കാം? ഫോഴ്സ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ. ഫോഴ്സ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ. അവിടെയും പ്രശ്നം പറ്റിയില്ലേ? ആക്സിലറേഷൻ നമുക്കറിയില്ല. പക്ഷെ ഇവിടെ ഒരു ബോഡിനെ നമ്മളൊരു ഹൈറ്റിലേക്ക് ഉയർത്തുന്ന സമയത്ത് അതിന്റെ ആക്സിലറേഷൻ എന്തിന് ഈക്വൽ ആയിരിക്കും? A ഈക്വൽ ടു G അഥവാ 9.8 ഈക്വൽ ആയിരിക്കും. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിക്ക് ഈക്വൽ ആയിരിക്കും കേട്ടോ. വെറുതെ 9.8 എഴുതിയാൽ പോരാ. G ഈക്വൽ ടു 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. യൂണിറ്റ് എഴുതണേട്ടോ, യൂണിറ്റ് മറക്കരുത്. സോ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ യൂണിറ്റ് 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിന് ഈക്വൽ ആയിരിക്കും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഫോഴ്സിന് പകരം മാസ് ഇൻറ്റു, അപ്പോൾ M ഇൻറ്റു G ഇൻറ്റു എസ് മാറ്റി എഴുതിട്ടാ. M ഇൻറ്റു G ഇൻറ്റു എസ് എന്ന രീതിയിൽ നമ്മൾ മാറ്റി എഴുതി. എമ്മിന്റെ വാല്യൂ എത്രയാണ്? എമ്മിന്റെ വാല്യൂ എന്ന് പറയുന്നത് 10 ആണ്. 10 കിലോഗ്രാം ഇൻറ്റു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ 9.8 ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. എത്ര ദൂരമാണ് ഡിസ്പ്ലേസ് ആയിരിക്കുന്നത്? 4 മീറ്റർ ആണ്. സോ 4 ഈക്വൽ ടു, കാൽക്കുലേറ്റർ എല്ലാവരുടെ കയ്യിലും ഉണ്ടാകും, കാൽക്കുലേറ്റ് ചെയ്യാം. എന്റെ കയ്യിലില്ല. സോ നമ്മുടെ ഫൈനൽ ആൻസർ എഴുതിയിട്ടുണ്ട് 39.2. ഓക്കെ, വർക്ക് ഈക്വൽ ടു 39.2. ഇവിടെ നിർത്തിയാൽ മതിയോ? ഇവിടെ നിർത്തിയാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് തരണമെന്നില്ല. കാരണം എന്താണ്? വർക്കിന്റെ യൂണിറ്റ് എഴുതണം. യൂണിറ്റ് എന്താണ്? ജൂൾ ആണ്. സോ വർക്കിന്റെ യൂണിറ്റ് ജൂൾ ആണ്. സോ ലാസ്റ്റ് ഒരു ജെ, ക്യാപിറ്റൽ ജെ ഇട്ട് വെക്കണം. സോ വർക്ക് ഈക്വൽ ടു 39.2 ജൂൾ എന്ന രീതിയിൽ തന്നെ എഴുതണം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബേസിക് ക്വസ്റ്റ്യൻ, സിമ്പിൾ. നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് കടക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ പല കുട്ടികളും എന്നോട് പേഴ്സണലി മെസ്സേജ് അയച്ച് ചോദിച്ചു, ഇതെന്താണ് ഇങ്ങനെ വെക്റ്റർ ഫോമിൽ ഈ ചാപ്റ്ററിന് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അല്ല, എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ആ രീതിയിൽ വെക്റ്റർ ഫോമിൽ തന്നിരിക്കുന്ന ഒരു ചോദ്യമാണ് ഞാൻ ബോർഡിനകത്ത് എഴുതിയിരിക്കുന്നത്. ബുദ്ധിമുട്ടേ ഇല്ല, വളരെ സിമ്പിൾ ആണ്, ബേസിക് ആണ്. പക്ഷെ കണ്ടാൽ നമുക്ക് ഇത് എന്തോ അറിയാത്തൊരു കാര്യം പോലെ തോന്നും. ഓക്കെ, ചോദ്യം വായിച്ചു തരാം. A force F equal to, ഫോഴ്സ് അവർ ഏത് ഫോമാറ്റിലാണ് തന്നിരിക്കുന്നത്? വെക്റ്റർ ഫോമാറ്റിലാണ് തന്നിരിക്കുന്നത്. 2i plus 3j plus 5k. വെക്ടേഴ്സിനെ കുറിച്ച് അറിയാലോ. സോ ഇങ്ങനെയാണ് വെക്ടേഴ്സ് റെപ്രസെന്റ് ചെയ്യുക കേട്ടോ. സോ ഫോഴ്സ് F equal to 2i plus 3j plus 5k. ന്യൂട്ടൺ, ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണല്ലോ. ആക്ട് ഓൺ എ പാർട്ടിക്കിൾ ആൻഡ് ഡിസ്പ്ലേസസ് ഇറ്റ് ത്രൂ. ഡിസ്പ്ലേസ്മെന്റ് തന്നിട്ടുണ്ട്. i plus 2j plus 3k മീറ്റർ. ഡിസ്പ്ലേസ്മെന്റ് യൂണിറ്റ് മീറ്റർ ആണ്. കാൽക്കുലേറ്റ് ദ വർക്ക് ഡൺ. കാൽക്കുലേറ്റ് ദ വർക്ക് ഡൺ വളരെ സിമ്പിൾ ആണ്. അതായത് സാധാരണഗതിയിൽ ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും തന്നിട്ട് നമുക്ക് വർക്ക് കണ്ടുപിടിക്കുന്ന പോലെ തന്നെ ഇവിടെ ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും തന്നിട്ടുണ്ട്. പക്ഷേ ഏത് ഫോർമാറ്റിലാണ് തന്നിരിക്കുന്നത്? ന്യൂമറൽസിന് പകരം വെക്റ്റർ ഫോർമാറ്റിലാണ് തന്നിരിക്കുന്നത്. വേറെ ഒരു വ്യത്യാസവും ഇല്ല. വളരെ സിമ്പിൾ. പറഞ്ഞുതരാം.
സോ ഫോഴ്സ് നമ്മൾ ആദ്യം ഗിവൺ ഡാറ്റാസ് എടുത്തെഴുതുന്ന സമയത്ത് ആദ്യം ഫോഴ്സ് എടുത്തെഴുതാം. ഫോഴ്സ് ഈക്വൽ ടു 12 പ്ലസ് 3j പ്ലസ് 5k. ക്ലിയർ? അടുത്ത ഡിസ്പ്ലേസ്മെന്റ് എസ് ഈക്വൽ ടു I പ്ലസ് 2j പ്ലസ് 3k. ക്ലിയർ? സോ ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഗിവൺ ഡാറ്റാസ്. ഇത് ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് വർക്ക് കണ്ടുപിടിക്കാം? വളരെ സിമ്പിൾ അല്ലേ? വർക്ക് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്. വർക്ക് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്. സോ നമുക്ക് ഇവിടെ വെക്ടേഴ്സ് എങ്ങനെയാണ് ഗുണിക്കുക അല്ലെങ്കിൽ വെക്ടേഴ്സ് തമ്മിൽ എങ്ങനെയാണ് ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്യുക എന്ന് വൃത്തിയായിട്ട് മനസ്സിലാക്കുക. സോ എഫ് ഫോഴ്സിന് പകരം 2i പ്ലസ് 3j പ്ലസ് 5k ഇൻറ്റു അടുത്ത ഡിസ്പ്ലേസ്മെന്റ് I പ്ലസ് 2j പ്ലസ് 3k. ക്ലിയർ അല്ലേ? രണ്ടും രണ്ട് ബ്രാക്കറ്റിൽ ഇട്ടു. ഇനി എങ്ങനെയാണ് ഇത് രണ്ടും തമ്മിൽ ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്യുക? വളരെ സിമ്പിൾ ആണ്, മനസ്സിലാക്കുക കേട്ടോ. ഐയുടെ കോഎഫിഷ്യന്റ് ഒക്കെ നോക്കിക്കേ. ഇവിടെ ഐന്റെ കോഎഫിഷ്യന്റ് 2 ആണ്, ഇവിടെ ഐയുടെ കോഎഫിഷ്യന്റ് ഒന്നുമില്ല. സോ ഒന്നായിട്ട് എടുക്കുക. വെറുതെ ഐ ഉണ്ടെങ്കിൽ അതിന്റെ കോഎഫിഷ്യന്റ് 1 ആണ്. സോ എങ്ങനെയാണ് ചെയ്യുക? 2 into 1 പ്ലസ് ജെയുടെ കോഎഫിഷ്യന്റ് നോക്കി. ഇവിടെ 3 ആണ്, അവിടെ 2 ആണ്. സോ 3 into 2 പ്ലസ് ഇവിടെ 5 ആണ്, അവിടെ 3 ആണ്. 5 into 3. ക്ലിയർ അല്ലേ? സോ 2 പ്ലസ് 6 പ്ലസ് 15 ഈക്വൽ ടു 23 എന്ന് കിട്ടും. സോ വർക്ക് ഈക്വൽ ടു 23 ജൂൾ. വളരെ സിമ്പിൾ, ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് നിങ്ങൾക്ക് ഈ പറയുന്ന ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്യാൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഈ വെക്ടേഴ്സ് ബേസ് ചെയ്ത ക്വസ്റ്റ്യൻസ് നമുക്ക് എളുപ്പത്തിൽ സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മൾക്ക് ഏറ്റവും ഫെമിലിയർ ആയ ഇക്വേഷൻ ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. വർക്ക് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. ഇതിൽ ഒരു തരത്തിലും ബുദ്ധിമുട്ടില്ല. സോ വെക്ടേഴ്സ് കണ്ടിട്ട് പരീക്ഷയിൽ അയ്യോ ഇതെനിക്ക് അറിയില്ല എന്ന തോട്ട് തന്നെ ഒഴിവാക്കുക. വളരെ സിമ്പിൾ. നമുക്ക് നമ്മുടെ മൂന്നാമത്തെ ചോദ്യത്തിലൂടെ അടക്കാം. തേർഡ് ക്വസ്റ്റ്യൻ. ആദ്യത്തെ രണ്ട് ചോദ്യങ്ങൾ വളരെ എളുപ്പമായിരുന്നു. മൂന്നാമത്തെ ഒരു പൊടിക്ക് കഷ്ടമുള്ള ചോദ്യമാണ്. ചെയ്യാൻ കഷ്ടമല്ല, ചോദ്യം കാണുമ്പോൾ ചെറിയൊരു കഷ്ടം ഫീൽ ആവും, അത്രേ ഉള്ളൂ. ചെയ്യാൻ എല്ലാം എളുപ്പം തന്നെയാണ് കേട്ടോ. സോ ചോദ്യം വായിച്ചു തരാം. എ ബോഡി ഓഫ് മാസ് 5 കിലോഗ്രാം ഈസ് ഇനീഷ്യലി അറ്റ് റെസ്റ്റ്. ഒരു ബോഡി 5 കിലോഗ്രാം ഉള്ള ഒരു വസ്തു ഇനീഷ്യലി റെസ്റ്റിലാണ്, എവിടേക്കുമില്ല, ചലനമൊന്നുമില്ല, വെറുതെ ഇരിക്കുകയാണ്. ഈസ് സബ്ജക്റ്റഡ് ടു എ ഫോഴ്സ് 20 ന്യൂട്ടൺ. അതിലോട്ട് നമ്മൾ 20 ന്യൂട്ടൺ ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്തു. What is the kinetic energy acquired by the body at the end of 10 seconds? അങ്ങനെ 20 ന്യൂട്ടൺ ഫോഴ്സ് ഞാൻ ആ ബോഡിയിൽ കൊടുത്തതിന് ശേഷം 10 സെക്കൻഡിന് ശേഷം ആ ബോഡിക്ക് ഉണ്ടാകുന്ന കൈനറ്റിക് എനർജി എന്താണെന്ന ചോദ്യം. ഒന്നുകൂടി പറഞ്ഞുതരാം. സോ ഒരു വസ്തു, ഒരു കാർഡ്ബോർഡ്, ഒരു വുഡൻ ബോക്സ് ആണെന്ന് വെക്കുക. സോ ഈ വുഡൻ ബോക്സ് ആദ്യം ഇനീഷ്യലി റെസ്റ്റിലാണ്, ഒരു സ്ഥലത്ത് മിണ്ടാതിരിക്കുകയെന്ന് വെക്കുക. അതിലോട്ട് ഞാൻ 20 ന്യൂട്ടൺ ഫോഴ്സ് കൊടുത്തു. 20 ന്യൂട്ടൺ ഫോഴ്സ് കൊടുത്താൽ എന്ത് സംഭവിക്കും? അതിനൊരു മോഷൻ സംഭവിക്കും, അതിനൊരു മൂവ്മെന്റ് സംഭവിക്കും. സോ ആഫ്റ്റർ 10 സെക്കൻഡ്, 10 സെക്കൻഡിന് ശേഷം അതിനുണ്ടാകുന്ന കൈനറ്റിക് എനർജി എത്രയാണെന്നാണ് ചോദ്യം. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ 10 സെക്കൻഡിന് ശേഷം 20 ന്യൂട്ടൺ ഫോഴ്സ് കൊടുത്തതിന് 10 സെക്കൻഡിന് ശേഷം ആ ബോഡിക്ക് ഉണ്ടാവുന്ന കൈനറ്റിക് എനർജി എത്രയാണെന്നാണ് ചോദ്യം. വളരെ സിമ്പിൾ അല്ലേ? സിമ്പിൾ ആണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഗിവൺ ഡാറ്റ എടുത്ത് എഴുതുകയാണ്. എന്തൊക്കെ ചോദ്യത്തിൽ തന്നിട്ടുണ്ട് നോക്കിക്കേ. ബോഡിയുടെ മാസ് തന്നിട്ടുണ്ട് അല്ലേ? എം ഈക്വൽ ടു 5 കിലോഗ്രാം. മാസ് 5 കിലോഗ്രാം ആണെന്ന് തന്നിട്ടുണ്ട്. അടുത്തത് ഇനീഷ്യലി അറ്റ് റെസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഇനീഷ്യലി അറ്റ് റെസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് തുടക്കത്തിൽ എവിടെയും മൂവ്മെന്റ് ഇല്ലാതിരിക്കുകയാണ്. സോ ഇനീഷ്യൽ വെലോസിറ്റി അഥവാ യു എത്രയാണ്? യു 0 ആണ്. ഈസ് സബ്ജക്റ്റഡ് ടു എ ഫോഴ്സ് ഓഫ് 20 ന്യൂട്ടൺ. സോ ഫോഴ്സ് 20 ന്യൂട്ടൺ നമ്മൾ ഈ ബോഡിയിലോട്ട് കൊടുക്കുകയാണ്. ഞാൻ ഓൾറെഡി എഴുതിയിട്ടുണ്ട് കേട്ടോ. കൈനറ്റിക് എനർജി ആണ് കണ്ടുപിടിക്കേണ്ട. സമയം 10 സെക്കൻഡ്. ടി ഈക്വൽ ടു 10 സെക്കൻഡ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. കണ്ടുപിടിക്കേണ്ട കാര്യം തന്നിട്ടുണ്ട്. കൈനറ്റിക് എനർജിയാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. വൃത്തിയായിട്ട് മനസ്സിലാക്കുക. ഈ കാര്യം ബേസിക് ആണ് കേട്ടോ. ദെൻ കൈനറ്റിക് എനർജി ഇക്വേഷൻ എന്താണ്? കൈനറ്റിക് എനർജി ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ. കൈനറ്റിക് എനർജി ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ. ഇത് നമുക്ക് അറിയുന്ന കാര്യമാണ്. മാസ് നമുക്കറിയാം 5 കിലോഗ്രാം ആണെന്ന് നമുക്കറിയാം. പക്ഷെ ഈ പറയുന്ന വെലോസിറ്റി നമുക്കറിയോ? വെലോസിറ്റി നമുക്ക് അറിയില്ല. സോ വെലോസിറ്റി നമ്മൾ കണ്ടുപിടിക്കണം. വെലോസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഈ ചിത്രം വായിക്കാം കേട്ടോ. സോ വെലോസിറ്റി നമുക്ക് കണ്ടുപിടിക്കാൻ വളരെ സിമ്പിൾ അല്ലേ? ഏത് ഇക്വേഷൻ ഉപയോഗിക്കാം? v ഈക്വൽ ടു യു പ്ലസ് എ ടി ഉപയോഗിക്കാം. v ഈക്വൽ ടു യു പ്ലസ് എ ടി പറഞ്ഞ ഇക്വേഷൻ ഉപയോഗിക്കാം. അവിടെയും നമ്മളൊന്ന് നിൽക്കും. കാരണം എന്താണ്? നമുക്ക് ആക്സിലറേഷൻ അറിയില്ല. അപ്പൊ ആദ്യം ആക്സിലറേഷൻ കണ്ടുപിടിച്ചാലോ? ഇതിന് ഇക്വേഷൻ 1, ഇതിന് 2 എന്ന് കൊടുക്കാം. ഇതിന് ഇക്വേഷൻ 1 എന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ. സോ ഈ 2ൽ നമുക്ക് ആക്സിലറേഷൻ ആവശ്യമാണ്. സോ ആക്സിലറേഷൻ എങ്ങനെ കണ്ടുപിടിക്കാം? F ഈക്വൽ ടു എം എ. അതിനാണല്ലോ നമ്മുടെ ചോദ്യത്തിൽ അവർ ഫോഴ്സ് തന്നിരിക്കുന്നത്. സോ F ഈക്വൽ ടു എം എ ആണ്. Therefore A ഈക്വൽ ടു F by M എന്ന് എഴുതാം. Therefore A ഈക്വൽ ടു F by M. F ന്റെ വാല്യൂ എത്രയാണ്? 20 ആണ്. F ന്റെ വാല്യൂ 20 ആണ്. M ന്റെ വാല്യൂ എത്രയാണ്? M 5 ആണ്.
സോ ഈക്വൽ ടു ആക്സിലറേഷൻ എത്ര വരും? I4 20 ആണ്. സോ 4 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആക്സിലറേഷൻ പുഷ്പം പോലെ നമുക്ക് കിട്ടി. ആക്സിലറേഷൻ എത്ര കിട്ടി? 4 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടി. സോ ഈ ആക്സിലറേഷൻ എടുത്ത് നമുക്ക് ഏതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? രണ്ടാമത്തെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ? ചെയ്യാം. Therefore v equal to u, initial velocity 0. So 0 plus acceleration 4 into time എത്രയാണ്? 10 സെക്കൻഡ്. 10. അപ്പൊ v equal to എത്ര വരും? 40 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടി. സോ ആക്സിലറേഷൻ നമുക്ക് എത്ര കിട്ടി? 40 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടി. ക്ലിയർ? ആക്സിലറേഷൻ ഉപയോഗിച്ച് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? വെലോസിറ്റി കണ്ടു. ഇത് ആക്സിലറേഷൻ, ഇത് വെലോസിറ്റി ആണ് കേട്ടോ. സോ വെലോസിറ്റി v equal to 40 മീറ്റർ പെർ സെക്കൻഡ് എന്ന് നമുക്ക് കിട്ടി. ക്ലിയർ അല്ലേ? അപ്പൊ ഇതിൽ v കിട്ടിയാൽ നമുക്ക് എളുപ്പത്തിൽ കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാലോ? കണ്ടുപിടിക്കാം. കൈനറ്റിക് എനർജി ഈക്വൽ ടു ഹാഫ് mv² ആണ്. m ന് പകരം 5. അടുത്തത് v എത്രയാണ്? 40. സോ 40 സ്ക്വയർ അല്ലെങ്കിൽ 40 × 40 എന്ന് എഴുതിയാലും മതി. ഉത്തരം 4000 ആണ് കേട്ടോ. കാൽക്കുലേറ്റർ ഉണ്ടാവും വിചാരിക്കുന്നു, ചെയ്തു നോക്കിയാൽ മനസ്സിലാവും. ഉത്തരം 4000 ജൂൾ ആണ്. ഉത്തരം 4000 ജൂൾ. സോ കൈനറ്റിക് എനർജി ഈക്വൽ ടു 4000 ജൂൾ. വളരെ സിമ്പിൾ ചോദ്യമാണ്. നിങ്ങൾക്ക് അറിയേണ്ട ഫോർമുലാസ് സ്ട്രെയിറ്റ് ലൈൻസിൽ നമ്മൾ പഠിച്ച b = u+at എന്ന് പറഞ്ഞ ഫോർമുല അറിയണം. കൈനറ്റിക് എനർജിന്റെ ബേസിക് ഫോർമുല ½ mv² എന്ന് പറയുന്ന ഫോർമുല അറിയണം. വളരെ സിമ്പിൾ. ജൂൾ ഇടാൻ മറക്കരുത് കേട്ടോ. നമുക്ക് നമ്മുടെ നാലാമത്തെ ചോദ്യത്തിലൂടെ കടക്കാം. കുറച്ചുകൂടി ബുദ്ധിമുട്ട്, ഒരു പൊടിക്ക് കൂടി ബുദ്ധിമുട്ട് കൂടിയ ചോദ്യമാണ് ഇത്. നാലാമത് കേട്ടോ. ഞാൻ ആ രീതിയിലാണ് പഠിപ്പിക്കുന്നത്. ആദ്യം എളുപ്പം, പിന്നെ കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ട് നമുക്ക് കടക്കാം. സോ നാലാമത്തെ ചോദ്യത്തിനകത്ത് ചോദ്യം വായിച്ചു തരാം. എ മെഷീൻ ഗൺ ഫയേഴ്സ് 80 ബുള്ളറ്റ് ഇൻ ഈച്ച് മിനിറ്റ്. ഒരു മെഷീൻ ഗണ്ണ് 80 ബുള്ളറ്റ് ഓരോ മിനിറ്റിലും ഫയർ ചെയ്യുന്നുണ്ട്. വിത്ത് വെലോസിറ്റി 800 മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ ഓരോ ബുള്ളറ്റിന്റെയും വെലോസിറ്റി എത്രയാണ്? 800 മീറ്റർ പെർ സെക്കൻഡ് ആണ് ഓരോ ബുള്ളറ്റിന്റെയും വെലോസിറ്റി എന്ന് പറയുന്നത്. The mass of each bullet is 10 gram. ഓരോ ബുള്ളറ്റിന്റെയും ഭാരം, മാസ് എന്ന് പറയുന്നത് 10 ഗ്രാമിന് ഈക്വൽ ആണ്. ഫൈൻഡ് ദ പവർ ഡെവലപ്ഡ് ഇൻ ദ ഗൺ. ആ ഗണ്ണിൽ ഉണ്ടാവുന്ന പവർ എത്രയാണ് എന്നതാണ് ചോദ്യം. ക്ലിയർ ആയി വിചാരിക്കുന്നു. ഒരു മെഷീൻ ഗണ്ണ് 80 ബുള്ളറ്റ് ഓരോ മിനിറ്റിലും ഫയർ ചെയ്യും. അടുത്ത് വന്നിരിക്കുന്ന ഓരോ ബുള്ളറ്റിന്റെയും വെലോസിറ്റി എന്ന് പറയുന്നത് 800 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓരോ ബുള്ളറ്റിന്റെയും മാസ് എന്ന് പറയുന്നത് 10 ഗ്രാം ആണ്. അങ്ങനെയാണെങ്കിൽ ആ ഗണ്ണിൽ ഉണ്ടാവുന്ന പവർ എത്രയാണെന്നാണ് ചോദ്യം. ആദ്യം എന്തെടുത്തെഴുതണം? ഗിവൺ ഡാറ്റ എടുത്തെഴുതണം. സോ ഗിവൺ ഡാറ്റ എടുത്തെഴുതുകയാണ്. സോ 80 ബുള്ളറ്റ് എന്നൊക്കെ നിങ്ങൾ മനസ്സിൽ വെച്ചാൽ മതി. ആവശ്യമുള്ള കാര്യം മാത്രം ഞാൻ എടുത്തെഴുതാം. വെലോസിറ്റി 800 മീറ്റർ പെർ സെക്കൻഡ്. വെലോസിറ്റി എന്ന് പറയുന്നത് 800 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അടുത്തത് നമുക്ക് ചോദ്യത്തിൽ തന്നിരിക്കുന്നത് നമ്മുടെ മാസ് ആണ്. ആ ഓരോ ബുള്ളറ്റിന്റെ മാസ് തന്നിട്ടില്ലേ? മാസ് എത്രയാണ്? m = 10 ഗ്രാം എന്ന് തന്നിട്ടുണ്ട്. 10 ഗ്രാമിനെ കിലോഗ്രാമിലേക്ക് മാറ്റുമ്പോൾ 0.01 കിലോഗ്രാം. ക്ലിയർ അല്ലേ? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത എന്താ തന്നിരിക്കുന്നത്? അടുത്തൊന്നും തന്നിട്ടില്ല. പവർ ആണ് ചോദിച്ചിരിക്കുന്നത്. പവർ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ? സോ ഇതൊക്കെയാണ് ആ ചോദ്യത്തിൽ തന്നിരിക്കുന്ന കാര്യം. ഇതിനെ കൂടാതെ തന്നിരിക്കുന്നത് 80 ബുള്ളറ്റ് ഓരോ മിനിറ്റിലും ഫയർ ചെയ്യും. സോ തന്നിട്ടുണ്ട് മിനിറ്റ്. സോ എത്രയാണ്? ടൈം ഈക്വൽ ടു 1 മിനിറ്റ് എന്ന് എടുക്കാം, അതർവൈസ് 60 സെക്കൻഡ് എന്ന് എടുക്കാം കേട്ടോ. ടൈം കൂടി തന്നിട്ടുണ്ട് കേട്ടോ. ഓരോ മിനിറ്റിലും 80 ബുള്ളറ്റ് വെച്ചിട്ടാണല്ലോ ഫയർ ചെയ്യുന്നത്. സോ n = വേണമെങ്കിൽ 80 എന്ന് കൊടുക്കാം. 80 ബുള്ളറ്റുകൾ ഫയർ ചെയ്യുന്നത് കൊണ്ട് തന്നെ. ക്ലിയർ? അടുത്തത് നമുക്കറിയാം പവറിന്റെ ഇക്വേഷൻ എന്താണ്? വർക്ക് ബൈ ടൈം ആണ്. പവർ എന്ന് പറഞ്ഞാൽ വർക്ക് ബൈ ടൈം ആണ്. ടൈം നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ട് 1 മിനിറ്റ് അഥവാ 60 സെക്കൻഡ്. പക്ഷെ നമുക്ക് എന്ത് തന്നിട്ടില്ല? വർക്ക് തന്നിട്ടില്ല. സോ വർക്ക് കണ്ടുപിടിക്കണം. വർക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വർക്കും എനർജിയും ഈക്വൽ ആണ്. ഇവിടെ കണ്ടീഷൻ ഒരു മൂവിംഗ് ഒബ്ജക്റ്റ് ആയത് കാരണം വർക്ക് ഈസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി. വർക്ക് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? കൈനറ്റിക് എനർജിക്ക് ഈക്വൽ ആയിരിക്കും, അല്ലെങ്കിൽ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജിക്ക് ഈക്വൽ ആയിരിക്കും. സോ വർക്ക് ഈക്വൽ ടു കൈനറ്റിക് എനർജി. ഇക്വേഷൻ എന്താണ്? W = ½ mv² എന്ന് എഴുതാലോ. W = ½ mv² എന്ന് എഴുതാൻ വേണ്ടി പറ്റും. ക്ലിയർ? സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ എന്ത് വരും? 1/2 ഇൻറ്റു m എത്രയാണ്? 0.01 ആണ്. ഇൻറ്റു v വെലോസിറ്റി എത്രയാണ്? 800 ആണ്. സോ 800 സ്ക്വയർ എന്ന് വരും. ഓക്കെ, ഇത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? നമ്മുടെ വർക്ക് കിട്ടും. സോ ഞാൻ നേരിട്ട് എഴുതുകയാണ്. പവർ ഈക്വൽ ടു 1/2 ഇൻറ്റു 0.01 ഇൻറ്റു 800 സ്ക്വയർ ഡിവൈഡഡ് ബൈ എന്താണ്? ടൈം ആണ്. ടൈം എത്രയാണ്? 60 സെക്കൻഡ്സ് ആണ്. സോ ഹോൾ ഡിവൈഡഡ് ബൈ 60. കാൽക്കുലേറ്ററിൽ ചെയ്യാം. സോ ഫൈനൽ ആൻസർ വരുന്നത് 4267. പവർ ഈക്വൽ ടു 4267. യൂണിറ്റ് എന്താണ്? യൂണിറ്റ് വാട്ട് ആണ്. പവറിന്റെ യൂണിറ്റ് വാട്ട് ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു. ചങ്സ് എന്ന് പറയുന്ന സിനിമയിൽ ധർമ്മജൻ പറയുന്ന വാട്ട് എന്ന് കേട്ടിട്ടില്ലേ?
കേൾക്കണം. സോ പവറിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് വാട്ട് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്, മറന്നു പോയത് കേട്ടോ. അപ്പൊ ഇവിടെ നമ്മൾ ഉപയോഗിച്ച ആകെ ഫോർമുല എന്ന് പറയുന്നത് പവർ ഈക്വൽ ടു വർക്ക് ബൈ ടൈം ആണ്. വർക്ക് ഇവിടെ കൈനറ്റിക് എനർജിക്ക് ഈക്വൽ ആയിരിക്കും, കാരണം ഇതൊരു മോഷൻ റിലേറ്റഡ് ആയ പ്രോബ്ലം ആണ്. സോ വർക്ക് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി, അതർവൈസ് കൈനറ്റിക് എനർജിക്ക് ഈക്വൽ ആണ്. സോ ഹാഫ് mv² നമ്മുടെ ഗിവൺ ഡാറ്റാസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അതിനെ 60 വെച്ച് ഡിവൈഡ് ചെയ്യുക, ഫൈനൽ ആൻസർ 4267 വാട്ട് എന്ന് കിട്ടും. നമുക്ക് നമ്മുടെ അഞ്ചാമത്തെ ചോദ്യത്തിലൂടെ കിടക്കാം. അഞ്ചാമത്തെ ചോദ്യം, കഴിഞ്ഞ പ്രോബ്ലം നമ്മൾ റിലേറ്റഡ് ടു പവർ ആയിരുന്നു, ഈ പ്രോബ്ലവും റിലേറ്റഡ് ടു പവർ ആണ്, പക്ഷെ ചെറിയ വ്യത്യാസങ്ങളുണ്ട്, പറഞ്ഞുതരാം. A motor pump can fill water tank of 40 meter cube. 40 meter cube വോള്യം ഉള്ള വാട്ടർ ടാങ്ക് ഒരു പമ്പിനെ കൊണ്ട് നിറയ്ക്കാൻ പറ്റും. At a height 5 meter, അത് എത്ര ഉയരത്തിലാണ് ഉള്ളത്? 5 മീറ്റർ ഉയരത്തിലാണ് ഉള്ളത്. From ground in 30 minutes, സമയവും തന്നിട്ട് 30 മിനിറ്റിലാണ് ആ ടാങ്ക് നിറയുന്നത് കേട്ടോ. Find the power required for the process. ആ പ്രോസസ്സിന് ആവശ്യമുള്ള പവർ എത്രയാണ്, അല്ലെങ്കിൽ ആ പമ്പിന് ആവശ്യമുള്ള പവർ എത്രയാണെന്ന ചോദ്യം. Given that density of water equal to 1000 kilogram per meter cube. വാട്ടറിന്റെ ഡെൻസിറ്റിയും അവർ ചോദ്യത്തിൽ തന്നിട്ടുണ്ട് കേട്ടോ. ഡെൻസിറ്റി ഓഫ് വാട്ടർ എത്ര തന്നിരിക്കുന്നത്? 1000 kilogram per meter cube. അപ്പൊ നിങ്ങൾക്ക് തോന്നും ഈ ഡെൻസിറ്റി ഒന്നും നമ്മുടെ ഈ പറയുന്ന ചാപ്റ്ററുമായിട്ട് ഒരു ബന്ധമില്ലാലോ എന്ന് നിങ്ങൾക്ക് ചിലർക്കെങ്കിലും തോന്നും. ബന്ധിപ്പിച്ച് നോക്കാം, നമുക്ക് എങ്ങനെയാണ് ബന്ധം വരിക എന്ന് പറഞ്ഞുതരാം. ഓക്കെ, സോ ആദ്യം നമ്മൾ ഗിവൺ ഡാറ്റ എടുത്ത് എഴുതുന്നു. ഗിവൺ ഡാറ്റ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? ഫസ്റ്റ് വൺ, വോള്യം ഓഫ് ദ ടാങ്ക്. വോള്യം ഈക്വൽ ടു 40 മീറ്റർ ക്യൂബ് ആണ്. ക്ലിയർ? അടുത്തത് ഹൈറ്റ് തന്നിട്ട് 5 മീറ്റർ എന്ന് പറയുന്നത്. സോ h ഈക്വൽ ടു 5 മീറ്റർ. അടുത്തത് ടൈം തന്നിട്ട് 30 സെക്കൻഡ്. സോറി 30 മിനിറ്റ്. 30 മിനിറ്റ് ആണ്. സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ എത്ര വരും? 30 × 60. ക്ലിയർ അല്ലേ? അങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുക. സോ 30 × 60 സെക്കൻഡ്. ക്ലിയർ? അടുത്ത വേറെ എന്താ തന്നിരിക്കുന്നത്? ഡെൻസിറ്റി തന്നിട്ടുണ്ട് അല്ലേ? സോ ഡെൻസിറ്റി ഓഫ് വാട്ടർ 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്ന് തന്നിട്ടുണ്ട്. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്ന പവർ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ചോദ്യത്തിൽ തന്നിരിക്കുന്ന കാര്യങ്ങളും കണ്ടുപിടിക്കേണ്ട കാര്യങ്ങളും. പവറിന്റെ ഇക്വേഷൻ, പവർ ഈക്വൽ ടു വർക്ക് ബൈ ടൈം. കഴിഞ്ഞ ചോദ്യത്തിൽ തോക്കായിരുന്നു, ബുള്ളറ്റ് മൂവ് ചെയ്യുന്നുണ്ട്. ഇവിടെ സ്റ്റേഷനറി ആയിട്ടുള്ള ടാങ്കും പമ്പും ആണ്. സോ എന്ത് നമുക്ക് മനസ്സിലാക്കാം? ടാങ്ക് ഉയരത്തിലാണ് വെച്ചിരിക്കുന്നത്. ആ സമയത്ത് ഏതാണ് വർക്ക്, ഏത് എനർജിക്ക് ഈക്വൽ ആയിരിക്കും? പൊട്ടൻഷ്യൽ എനർജിക്ക് ഈക്വൽ ആയിരിക്കും. ഞാൻ ഓൾറെഡി ഇന്നലെ കുറെ തേങ്ങയൊക്കെ പറഞ്ഞു തന്നായിരുന്നു. ഒരു ഹൈറ്റിൽ ഒരു സാധനം വെക്കുമ്പോൾ അതിന് കിട്ടുന്ന എനർജി എന്താണ്? പൊട്ടൻഷ്യൽ എനർജി ആണ്. സോ ഇവിടെയുള്ള വർക്ക് എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജിക്ക് ഈക്വൽ ആയിരിക്കും. അതായത് എന്തിന് ഈക്വൽ ആയിരിക്കും? mgh ന് ഈക്വൽ ആയിരിക്കും. എന്തിന് ഈക്വൽ ആയിരിക്കും? mgh ന് ഈക്വൽ ആയിരിക്കും. സോ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എഴുതാലോ. പവർ ഈക്വൽ ടു mgh ഡിവൈഡഡ് ബൈ ടൈം എന്ന് എഴുതാം. പവർ ഈക്വൽ ടു mgh ഡിവൈഡഡ് ബൈ ടൈം എന്ന് എഴുതാം. അതായത് വർക്ക് ബൈ ടൈം ആണ്. വർക്ക് എന്ന് പറഞ്ഞാൽ mgh ആണ്. സോ mgh ഡിവൈഡഡ് ബൈ ടൈം എന്ന് എഴുതാം. അടുത്തൊരു സംശയം വരും, മാസ് ചോദ്യത്തിൽ തന്നിട്ടില്ല, പക്ഷെ ചോദ്യത്തിൽ ഒരു കാര്യം തന്നിട്ടുണ്ട്, ഡെൻസിറ്റി ഈക്വൽ ടു എന്താണ്? മാസ് ബൈ വോള്യം ആണ്. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോള്യം ആണ്, അറിയാലോ. സോ മാസ് ഈക്വൽ ടു എന്ത് വരും? മാസ് ഈക്വൽ ടു ഡെൻസിറ്റി ഇൻറ്റു വോള്യം എന്ന് വരും. മാസ് ഈക്വൽ ടു ഡെൻസിറ്റി ഇൻറ്റു വോള്യം. ഡെൻസിറ്റി തന്നിട്ടുണ്ട്, വോള്യം തന്നിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനോ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. ക്ലിയർ? സോ മാസിന് പകരം നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ P ഈക്വൽ ടു മാസിന് പകരം എന്ത് എഴുതാം? ഡെൻസിറ്റി ഇൻറ്റു വോള്യം ഇൻറ്റു G ഇൻറ്റു H ഡിവൈഡഡ് ബൈ ടൈം എന്ന് കിട്ടും. ക്ലിയർ? ഡെൻസിറ്റി എത്രയാണ്? 1000 ആണ്. സോ 1000 ഇൻറ്റു വോള്യം എത്രയാണ്? 40 മീറ്റർ ക്യൂബ് ആണ്. 40 ഇൻറ്റു G 9.8 ആണ്. ഹൈറ്റ് എത്ര മീറ്റർ ആണ്? 5 മീറ്റർ ആണ്. അപ്പൊ ഇൻറ്റു 5 ഡിവൈഡഡ് ബൈ 30 ഇൻറ്റു 60. എല്ലാവരുടെ കയ്യിലും കാൽക്കുലേറ്റർ ഉണ്ടാവും, കാൽക്കുലേറ്റ് ചെയ്യാം. ആൻസർ ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, 41.11 വാട്ട്. ക്ലിയർ അല്ലേ? സോ ഇതാണ് പവറിന്റെ ഫൈനൽ ആൻസർ വരിക. ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഈ വാല്യൂ തന്നെ കിട്ടും. കിട്ടിയില്ലെങ്കിൽ എന്നെ വിളിച്ചോളൂ, എന്റെ നമ്പർ ഉണ്ട്. ഓക്കെ, സോ ഇതാണ് ഈ ചോദ്യം. വളരെ സിമ്പിൾ ചോദ്യമാണ്, എളുപ്പത്തിൽ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. പവറിൽ നിങ്ങൾക്ക് അറിയേണ്ട കാര്യം എന്ന് പറയുന്നത് ഇവിടെ പൊട്ടൻഷ്യൽ എനർജിക്ക് വർക്ക് ഈക്വൽ ആയിരിക്കും. സോ വർക്ക് ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജി mgh. അതിൽ മാസ് ഈക്വൽ ടു, മാസ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഡെൻസിറ്റി ഇൻറ്റു വോള്യം ഉപയോഗിച്ച് മാസ് കണ്ടുപിടിക്കുന്നത്. നേരിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് ഈ ചാപ്റ്ററിലെ അവസാനത്തെ ചോദ്യത്തിലൂടെ കിടക്കാം. ഏകദേശം കഴിഞ്ഞൊക്കെ നോക്കി, ഇനി അവസാനത്തെ ഒരു കാര്യം കൂടി നോക്കാനുണ്ട്. നമ്മുടെ ആറാമത്തെ ചോദ്യം എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? ചോദ്യം വായിക്കാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. An elevator carrying the maximum load of 1800 kg is moving up with a constant velocity 2 meters per second. The frictional force opposing the motion is 4000 Newton. Determine the power delivered by the motor of the elevator. അല്ലെങ്കിൽ determine the power delivered by the motor.
ഇനി ആദ്യം ചിലത് സംശയം എന്താണ് എലിവേറ്റർ? എലിവേറ്റർ എന്ന് പറഞ്ഞാൽ സംശയിക്കാനൊന്നുമില്ല, ലിഫ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയാ എലിവേറ്റർ എന്ന് പറയാം, ലിഫ്റ്റ്. ഓക്കെ ഫൈൻ. അപ്പൊ ഒരു ലിഫ്റ്റ് ഉണ്ട്, ആ ലിഫ്റ്റിൽ ഒരു ലോഡ് ഞാൻ വരയ്ക്കാം, എനിക്ക് പറ്റുന്ന പോലെ ഞാൻ വരയ്ക്കുന്നുണ്ട്. ഒരു ലിഫ്റ്റ് ആണെന്ന് വെക്കുക കേട്ടാ. സോ ഈ ലിഫ്റ്റിൽ ഒരു ലോഡ് ഉണ്ട്, മാക്സിമം ലോഡ് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ വെയിറ്റ് എത്രയാണ്? 1800 കിലോഗ്രാം. 1800 കിലോഗ്രാം ഉള്ള ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ട് ലിഫ്റ്റ് മൂവ് ചെയ്യാണെന്ന് വെക്കുക. ക്ലിയർ? സോ അത് മൂവ് ചെയ്യുന്ന വെലോസിറ്റി തന്നിട്ടുണ്ട്. എത്രയാണ് അത് മൂവ് ചെയ്യുന്ന വെലോസിറ്റി എന്ന് പറയുന്നത്? 2 മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ ഒരു ലിഫ്റ്റ് 2 മീറ്റർ പെർ സെക്കൻഡിൽ ഒരു മാക്സിമം ലോഡായ 1800 കിലോഗ്രാം വെച്ചിട്ട് മുകളിലോട്ട് മൂവ് ചെയ്യാണെന്ന് വെക്കുക. ക്ലിയർ? സോ അതിനകത്ത് എന്തൊക്കെ ഫോഴ്സ് ആണ് ആക്ട് ചെയ്യുന്നത്? ഫ്രിക്ഷണൽ ഫോഴ്സ് അത് ഒപ്പോസ് ചെയ്യുന്നത് പറഞ്ഞൂല്ലേ. സോ ഫ്രിക്ഷണൽ ഫോഴ്സ് അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷൻ അല്ലേ. സോ ഫ്രിക്ഷണൽ ഫോഴ്സ് എത്രയാണ് ആക്ട് ചെയ്യുന്നത്? ഫ്രിക്ഷണൽ ഫോഴ്സ് ഒപ്പോസിംഗ് ദ മോഷൻ ഈസ് 4000 ന്യൂട്ടൺ. 4000 ന്യൂട്ടൺ. അപ്പോൾ ഈ സാധനം മുകളിലോട്ട് മൂവ് ചെയ്യുമ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുക. സോ അത് കൂടാതെ ഒരു ഫോഴ്സ് കൂടി ആക്ട് ചെയ്യുന്നില്ല. ഏതാണ് താഴോട്ട് ആക്ട് ചെയ്യുക? വെയിറ്റ്, mg എന്ന് പറയുന്ന വെയിറ്റ് കൂടി താഴോട്ട് ആക്ട് ചെയ്യും, ഫ്രിക്ഷണൽ ഫോഴ്സും താഴോട്ട് തന്നെ ആക്ട് ചെയ്യുക കേട്ടോ. അപ്പൊ ആ രണ്ട് കാര്യങ്ങളും ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. എന്തിനാണെന്നൊക്കെ പറഞ്ഞുതരാം. ഗിവൺ ഡാറ്റ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? അതിന്റെ മാസ് തന്നിട്ടുണ്ട് 1800 കിലോഗ്രാം. അടുത്തത് വെലോസിറ്റി തന്നിട്ടുണ്ട്, എത്ര മീറ്റർ പെർ സെക്കൻഡ് ആണ്? 2 മീറ്റർ പെർ സെക്കൻഡ് എന്ന് തന്നിട്ടുണ്ട്. ഫ്രിക്ഷണൽ ഫോഴ്സ് തന്നിട്ടുണ്ട് 4000 ന്യൂട്ടൺ. 4000 ന്യൂട്ടൺ. അടുത്തത് വേറെ ഒന്നും തന്നിട്ടില്ല. വേറെ ഒന്നും തന്നിട്ടില്ല, വേറെ ഒന്നും ആവശ്യമില്ല എന്ന് തോന്നുന്നു. കാരണം നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് പവർ ആയതുകൊണ്ടാണ് നമുക്ക് വേറെ ഒന്നും ആവശ്യമില്ലാത്തത്. പവറിന്റെ യൂണിറ്റ് എന്താണ്? എളുപ്പത്തിൽ എല്ലാവരും വിചാരിക്കും വർക്ക് ബൈ ടൈം ആണ്. പിന്നെ എന്തിനാണ് അവർ വെലോസിറ്റി തരുന്നത്? വർക്ക് ബൈ ടൈം കണ്ടുപിടിക്കാൻ വെലോസിറ്റിന്റെ ആവശ്യമില്ല. സോ വെലോസിറ്റിയും ഫോഴ്സും ഒക്കെ ഉപയോഗിച്ചിട്ട് എങ്ങനെ നമുക്ക് പവർ കണ്ടുപിടിക്കാം? ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നു. വെലോസിറ്റിയും ഫോഴ്സും ഉപയോഗിച്ച് എങ്ങനെ പവർ കണ്ടുപിടിക്കാം? പവർ ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി. പവർ ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി എന്ന് പറയുന്ന ഇക്വേഷൻ പഠിച്ചതായിട്ട് ഓർമ്മയുണ്ടോ? ഓർമ്മയില്ലെങ്കിൽ ഓർമ്മ വരുത്തണം. ഓക്കെ, ഫോഴ്സ് ഇവിടെ ഏതൊക്കെ ഫോഴ്സ് ആണ് ആക്ട് ചെയ്യുന്നത്? ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട് 4000 ന്യൂട്ടൺ. അതിന് പുറമെ അതിന്റെ വെയിറ്റ് താഴോട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. മാസ് ഇൻറ്റു ആക്സലറേഷൻ ഇൻറ്റു ഗ്രാവിറ്റി. എത്ര മാസ് എത്രയാണ്? 1800. സോ 1800 ഇൻറ്റു ആക്സലറേഷൻ ഇൻറ്റു ഗ്രാവിറ്റി എത്രയാണ്? ആക്സലറേഷൻ ഇൻറ്റു ഗ്രാവിറ്റി 10 എന്ന് കൊടുക്കാം. ക്ലിയർ? സോ ഈക്വൽ ടു 4000 പ്ലസ് 1800 ഇൻറ്റു 10 എത്രയാണ്? 18000 ആണ്. 18000 ഈക്വൽ ടു 4000 പ്ലസ് 18000 22000. ക്ലിയർ? അപ്പൊ ഫോഴ്സ് നമുക്ക് എത്ര കിട്ടി? 22000 ന്യൂട്ടൺ എന്ന് കിട്ടി. ഫോഴ്സ് ഈക്വൽ ടു 22000 ന്യൂട്ടൺ. വളരെ സിമ്പിൾ അല്ലേ? പവർ ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി ആണ്. സോ ഫോഴ്സ് കണ്ടുപിടിക്കണം. ഫ്രിക്ഷണൽ ഫോഴ്സിന്റെയും അടുത്തത് വെയിറ്റ് ആണ് താഴോട്ട് ആക്ട് ചെയ്യുക. സോ വെയിറ്റ് ഈക്വൽ ടു mg ആണ്. രണ്ടിന്റെയും ആഡ് ചെയ്തു. സോ 22000 ന്യൂട്ടൺ എന്ന് കിട്ടി. ക്ലിയർ? അടുത്തത് ഇനി നമുക്ക് എളുപ്പത്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പവർ ഈക്വൽ ടു 22000 ഇൻറ്റു വെലോസിറ്റി എത്രയാണ്? 2 ആണ്. സോ പവർ ഈക്വൽ ടു 44000 വാട്ട്. പവർ ഈക്വൽ ടു 44000 വാട്ട്. വളരെ സിമ്പിൾ ആയിട്ട് കിട്ടിയില്ലേ? ഇതിൽ നിങ്ങൾക്ക് അറിയേണ്ട കാര്യം ഈ ഒരേ ഒരു ഫോർമുല, പിന്നെ ബേസിക് ആയിട്ട് ചോദ്യത്തിൽ തരാത്ത കാര്യം അതിന്റെ വെയിറ്റ് കൂടി താഴോട്ട് ആക്ട് ചെയ്യും. ഫ്രിക്ഷണൽ ഫോഴ്സിന്റെ കൂടെ അതിന്റെ വെയിറ്റ് കൂടി ഡൗൺവേർഡ് ആയിട്ട് ആക്ട് ചെയ്യും. സോ ഇത് രണ്ടിന്റെയും സം ആയിരിക്കും നമ്മുടെ ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത്. അതാണ് 22000 ന്യൂട്ടൺ. അതിനെ 2 വെച്ച് ഗുണിക്കുന്നു, അതായത് വെലോസിറ്റി വെച്ച് ഗുണിക്കുന്നു. അപ്പൊ നമുക്ക് ടോട്ടൽ പവർ 44000 വാട്ട് എന്ന് നമുക്ക് കിട്ടും. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സോ ഇതോടുകൂടി നമ്മുടെ ഈ പറയുന്ന ചാപ്റ്ററിലുള്ള ഇമ്പോർട്ടന്റ് പ്രോബ്ലംസ് എല്ലാം നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനി ഫർദർ ആയിട്ട് അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് പ്രോബ്ലംസ് എല്ലാമാണ് ഇതെല്ലാമാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടുവരാറ്. അല്ലെങ്കിൽ ഈ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് പ്രീവിയസ് ഇയർ ചോദ്യ പേപ്പറിൽ കണ്ടുവരാറുള്ളത്. സോ മനസ്സിലാക്കി തന്നെ പഠിക്കാം. അപ്പൊ റാപ്പിഡ് കോഴ്സിൽ ജോയിൻ ചെയ്തവർക്ക് ജോയിൻ ചെയ്യാം കേട്ടോ. അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.